ഹായ് ഗൈസ്, ഇപ്പൊ സമയം എത്രയെന്നറിയോ? ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴേ രാത്രി 12:30 ആയിട്ടാ. പക്ഷെ എന്റെ സത്തുണ്ടല്ലോ ഈ സമയത്ത് ജിമ്മ് കഴിഞ്ഞ് വന്നിട്ട് പുറത്ത് ഇങ്ങനെ ഓരോ ജോലികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. സത്തുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള പരിപാടിയാണ് ഇതൊക്കെ. സത്തു എന്തായി കഴിഞ്ഞാ? കഴിഞ്ഞിട്ടില്ല. ഞാനിങ്ങനെ ജിമ്മ് കഴിഞ്ഞാൽ എന്റെ സ്വഭാവം അറിയാലോ. ഞാൻ 12 മണിക്കും 1 മണിക്കും 2 മണിക്കും ഒക്കെ പുല്ല് പിച്ചും പുല്ല് താറ്റും ചെടികളായിട്ട് സംസാരിക്കും. സത്തുവിന് ഇഷ്ടപ്പെട്ട കാര്യാണല്ലേ മണ്ണിനോട് മല്ലിടുന്ന സത്തു. മല്ലിടും ഞാൻ മണ്ണിനായിട്ട് മല്ലിടും. ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുക മണ്ണില്. ഓരോ ജോലി ചെയ്യുക, വൃത്തി വെക്കുക, ക്ലീൻ ചെയ്യുക, ഇതൊക്കെയാണ് നമ്മളെ പണി. സത്തു, ഈ ഭൂമിയിൽ സത്തുവിനായിട്ട് ഏറ്റവും അറ്റാച്ച്മെന്റ് ഉള്ളത് എനിക്ക് തോന്നുന്നത് മണ്ണായിരിക്കും അല്ലേ? ഒരു പക്ഷേ അല്ലക്കാ ശരിക്കും മണ്ണ് അല്ല. ഇതൊക്കെ നമ്മളെ പെണ്ണ് അടിച്ചു വെച്ചിട്ട് കൊടുത്ത് കൂട്ടിയേക്കണം. അത് ഞാൻ കൊടുത്ത് ഞാൻ എന്ത് ചെയ്യും? ഞാൻ അങ്ങനെ അടിച്ചിട്ട് വീണ്ടും ഞാൻ ഉണ്ടാക്കും, പെണ്ണ് അങ്ങണ്ടാക്കും, പെണ്ണ് ഉണ്ടാക്കും, ഞാൻ അങ്ങണ്ടാക്കും. അതൊരു പണി. ഈ രാത്രി ഈ 12-12:30 സമയത്തൊക്കെ ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ ജോലി ചെയ്യുമ്പോ നിങ്ങക്ക് എന്താ തോന്നാ? സന്തോഷ അർമാദിക്കാണോ നിങ്ങള്? ചെടികളായിട്ട് കളിക്കും. ഓക്കെ, എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ സത്തുവിന്റെ ജോലികളൊക്കെ. കൈക്കോട്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോയി. കണ്ടാ അനാവശ്യമായിട്ട് നിൽക്കണ ചെടികൾ അത് ഇത് ഒക്കെ പറിച്ചൊക്കെ വൃത്തിയാക്കി ഇടും അല്ലേക്കാ അല്ലേ? പുല്ലൊക്കെ ചെത്തി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇപ്പൊ ഇങ്ങനെ കൂർക്കം വലിച്ചുറങ്ങായിരിക്കും. സബ്സ്ക്രൈബേഴ്സ് എല്ലാരും കൂർക്കം വലിച്ചാല് ഞാൻ ചെയ്യണൊക്കെ ആര് കാണൂ? അതവര് നേരം വെളുത്തിട്ട് വീഡിയോയിലൂടെ കാണുമല്ലോ. ആര് കാണൂ? നേരം വെളുത്തിട്ടേ വീഡിയോയിലൂടെ കാണുമല്ലോ. ഞാൻ ഈ വീഡിയോ എടുക്കാൻ വന്നേക്കാ പ്രതീക്ഷിച്ചില്ലല്ലോ. എനിക്ക് തോന്നിയേ നിങ്ങളുടെ ക്യാരക്ടർ ഇല്ലേ, ഇത് വളരെ റെയർ ആയിട്ടാണ് ഇങ്ങനത്തെ ആളുകൾ ഉണ്ടാവുള്ളൂ. അപ്പൊ അതൊന്നും എല്ലാവരും അറിയട്ടെ എന്ന് വിചാരിച്ചു. അതാണ് വേറെ വിഷയം ഉണ്ട്. എന്താ വെച്ചാൽ ഞാനിവിടെ 2 മണി 1 മണി വരെ ഒക്കെ പണിയെടുക്കും സബ്സ്ക്രൈബേഴ്സിന് നടന്നിട്ട്. അപ്പൊ എന്റെ നിഴല് അപ്പുറത്തെ വീടിന്റെ ജനവാതിലിലും വാതിലിലും ഒക്കെ ഇങ്ങനെ പതിക്കുമ്പോൾ ആ വീട്ടിലെ ഉമ്മമാർക്കൊക്കെ വളരെ ധൈര്യമാണ്. കാരണം സത്താറ് പുറത്തുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഉറങ്ങാം, പേടിക്കാനില്ല. ശബ്ദം കേട്ട അപ്പൊ നമ്മളെ വിളിക്കും. അപ്പോൾ ഞാൻ അവരെ സമാധാനപ്പെടുത്തി അതിന് വേണ്ടതായിട്ടുള്ള തക്കതായിട്ടുള്ള നടപടികൾ അപ്പൊ തന്നെ സ്വീകരിക്കും. അപ്പോ വീട്ടിലിങ്ങനെ ചുറ്റി നടന്ന് പണിയെടുക്കുക, ഇന്ന് നേരിൽ കണ്ടിട്ട് അവർ സന്തോഷിക്കുക. മക്കളെ കുറേക്കൂടി ധൈര്യമായിട്ട് സത്താർക്ക് വീട്ടിലേക്ക് കയറിയിട്ടില്ല. സത്താർക്ക് പുറത്തുണ്ട്, എല്ലാവർക്കും ധൈര്യമായിട്ട് ഉറങ്ങാം. അപ്പൊ എല്ലാവർക്കും ഒരു കാവൽക്കാരനായിട്ട് ഇങ്ങനെ ഉണ്ടാവും കുറെ സമയം. ചിക്ചാക്ക് പറയല്ല, ഇനി ഒന്നും പറയാനില്ല ഇക്കാക്ക് ഇല്ലേ? മതിയോ? അപ്പൊ എന്നാൽ ഗുഡ് നൈറ്റ് ഇക്ക. കഴിഞ്ഞോ? താങ്ക് യു.